കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പഠിക്കുക. എക്സാം എടുത്തിരിക്കല്ലേ? തനിക്ക് പഠിക്കണ്ടേ? ഞാനൊരു എക്സാം എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുക. റിസൾട്ടോ? അതിന് യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങിയില്ലല്ലോ. ഇത് വേറൊരു എക്സാം. കാലത്തെ ഈ റെഡ് കളർ ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ടാ ഞാനും ഈ റെഡ് ഡ്രസ് ഇട്ട്. ഓ ഓ ഓ ഓ അങ്ങനെ. എന്നാൽ ആ പരീക്ഷയിൽ തോറ്റത് തന്നെ. എനിക്ക് താല്പര്യമില്ല നമ്മളെ വെറുതെ വിട്ട്. ആദ്യമായിട്ടായിരിക്കും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. നിന്നെ കണ്ടുവദിച്ചിട്ടുള്ള 1000 ചെറുപ്പക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലല്ല. ഐ ആം എ ഫ്രീ ബേർഡ്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ ലവ്, റൊമാൻസ്, ഔട്ടിംഗ് ഇതിലൊന്നും താല്പര്യമില്ല. എസ്റ്റേറ്റ്സ്, ഇൻഡസ്ട്രീസ്, എയർവേസ്, എക്സ്പോർട്സ്, ഇമ്പോർട്സ്, അറിവായ കാലം മുതൽ ഇതിന്റെയൊക്കെ ടെൻഷനില്ല. പേ റിവിഷൻ, ലേബർ പ്രോബ്ലംസ്, ഗവൺമെന്റ് ഇന്റർഫിയറൻസ്, അങ്ങനെ ഒരു 100,000 പ്രോബ്ലംസ്. ഇതിനിടയിൽ റൊമാൻസിനൊക്കെ എവിടെ സമയം കിട്ടാൻ? അച്ചായന് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ? ഒന്നും എന്റേതല്ല, എല്ലാം ഡാഡിയുടേതാ. ഞാൻ സ്വന്തമായ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജപ്പാനിലെ ഫുക്കുക്കുവാക്ക കമ്പനിയുമായി ഒരു കൊളാബറേഷൻ. ഓട്ടോമൊബൈൽസ്? യു ആർ റൈറ്റ്. അടുത്ത് തന്നെ ഹിറോഷിമയിലേക്ക് ഒന്ന് ഫ്ലൈ ചെയ്യണം. Then I will also fly with you. ഓ സോറി, എനിക്കതൊന്നും ഇഷ്ടമല്ല. മാത്രമല്ല താൻ എനിക്കൊരു മാച്ച് അല്ല. മനസ്സിലായില്ല. ഞാൻ വലിയ ചുങ്കത്തറയിലെ ചെക്കനാ. അത്രയും ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ഒരു പെണ്ണിനെ കെട്ടാനേ ഡാഡി സമ്മതിക്കൂ. ഞങ്ങളുടെ നല്ല ഫാമിലിയാ. ആയിരിക്കും, പക്ഷെ വലിയ ചുങ്കത്തറയുടെ അത്ര വലില്ലല്ലോ. ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യല്ല. മോള് പോയിരുന്ന് പഠിക്കും. വെറുതെ പ്രതീക്ഷ വെച്ചിട്ട് ഇതൊന്നും ശരിയാവില്ല. മാത്രമല്ല സ്ത്രീകളെ നിരാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല.